നമസ്കാരം, ഞാൻ സിജു രാജൻ. LLP ബിസിനസ്സിലെ LLP എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LLP എഗ്രിമെൻറ്റ്. കാരണം എല്ലാ ബിസിനസ്സും ഒരുപോലെയല്ല, എല്ലാ ബിസിനസ്സിൻ്റെ ലക്ഷ്യവും ഒരുപോലെയല്ല, എല്ലാ ബിസിനസ്സിലും ഇൻവോൾവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരുപാട് കസ്റ്റമൈസേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഈ LLP എഗ്രിമെൻറ്റിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള LLP എഗ്രിമെൻറ്റ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് എല്ലാ വസ്ത്രവും ഒരാൾക്ക് മാച്ച് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം. നമ്മുടെ ഓർഗനൈസേഷന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു LLP എഗ്രിമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് LLP എഗ്രിമെൻ്റ് ഉണ്ട് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് രീതിയാണ് LLP ബിസിനസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇതിനകത്തുള്ള ടേംസ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമത്തേതാണ് ഈക്വൽ റൈറ്റ്സ് LLP. ഈക്വൽ റൈറ്റ്സ് LLP, ദാറ്റ് ഈസ് 1:1. 2 പേരുണ്ട്, 3 പേരുണ്ട്, 5 പേരുണ്ട്, 10 പേരുണ്ട്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈക്വൽ ആയിട്ടായിരിക്കും അവർ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈക്വൽ ആയിട്ടായിരിക്കും അവർ പ്രോഫിറ്റും ലോസും എല്ലാം അവർ ഷെയർ ചെയ്യുന്നത്. ഈക്വൽ ആയിട്ടായിരിക്കും അവർ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് അത് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ റൈറ്റ് പാർട്ട്ണർഷിപ്പ്. 1:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലായിരിക്കും ആ പാർട്ട്ണർഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നത്. റൈറ്റ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരാൾക്ക് മാത്രം കൂടുതൽ അധികാരം, മറ്റൊരാൾക്ക് കുറവ് അധികാരം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്. രണ്ടാമത്തേതാണ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് LLP. നമുക്കറിയാം, ഒരു ബിസിനസ്സിനകത്ത് എല്ലാവരും ഒരേ എനർജി ആയിരിക്കത്തില്ല ഇടുന്നത്, ഒരേ രീതിയിലായിരിക്കില്ല പണിയെടുക്കുന്നത്, ഒരേ ക്യാപിറ്റൽ ആയിരിക്കില്ല അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഓരോരുത്തർക്കുള്ള അധികാരം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിനാണ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് LLP എന്ന് പറയുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് ഒന്ന്, ഇവരെത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്ര രൂപയാണോ ബിസിനസ്സിൽ ഇടുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഷെയറിങ് ഡിസൈഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രയാണ് പ്രോഫിറ്റ് ഷെയറിങ് അവർക്ക് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ടുള്ള റൈറ്റ്സ് ആ ഓർഗനൈസേഷൻ അവർക്ക് കൊടുക്കാം. അതിനനുസരിച്ചുള്ള അധികാരം അവർക്ക് കൊടുക്കാം. റൈറ്റ്, ഉദാഹരണത്തിന് ഞാനും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെയാണ് ബിസിനസ് തുടങ്ങുന്നത്. അതിൽ നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും നിങ്ങളുടെ സുഹൃത്തും 3 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കായിരിക്കും കൂടുതൽ അധികാരം വരുന്നത്. കാരണം നിങ്ങളാണ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഷെയറിങ്ങും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത്രയാണ് നിങ്ങളുടെ റൈറ്റ്സ് വരുന്നത്. പക്ഷേ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരുപക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഞാനായിരിക്കാം. അതുകൊണ്ട് തന്നെ ലാഭത്തിൻ്റെ വലിയൊരു വിഹിതം എനിക്കായിരിക്കണം കിട്ടേണ്ടത്. സോ അവിടെ എനിക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എനിക്ക് കൂടുതൽ കിട്ടുന്നു, നിങ്ങൾക്ക് കുറവ് കിട്ടുന്നു. പക്ഷേ ഈവൻ ദോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ പൈസ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അധികാരം കിട്ടും. പക്ഷേ പ്രോഫിറ്റ് ഷെയറിങ് എനിക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്, പ്രോഫിറ്റിൻ്റെ ഷെയർ എനിക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, LLP ഫോം ചെയ്യാനായിട്ട് കഴിയും. ഡിഫറൻഷ്യൽ റൈറ്റ്സ്, പേരിൽ പറയുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അധികാരമുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തേതാണ് അബ്സല്യൂട്ട് റൈറ്റ് LLP എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു LLP ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരാൾക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല, മിനിമം 2 പേര് വേണം. അതുകൊണ്ട് നിങ്ങളൊരു ഡമ്മി ആയിട്ട് മറ്റൊരാളെ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ ഇൻവെസ്റ്റർ ആയിട്ട് മാത്രം നിങ്ങൾ ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോമിനി ആയിട്ട് മാത്രം നിങ്ങൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരാളെ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് റൺ ചെയ്യണം. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ, അയാൾ ഇതിനകത്ത് പണിയൊന്നും എടുക്കുന്നുണ്ടാവില്ല, ഡിസിഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. സോ ഈ റൈറ്റ്സ് കംപ്ലീറ്റ്, അധികാരങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒതുക്കാനായിട്ട് കഴിയും. റൈറ്റ്, അദ്ദേഹത്തിന് കൊടുക്കാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കാനായിട്ട് കഴിയും. അതായത് ഒരു പേപ്പറിൽ മാത്രമേ അദ്ദേഹം ഒരു ഇൻവെസ്റ്ററായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടാവത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് റൈറ്റ്സും നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, LLP ഫോം ചെയ്യാനായിട്ട് കഴിയും. അബ്സല്യൂട്ട് റൈറ്റ് LLP എന്ന് പറയും. പലരും ചെയ്യുന്നൊരു രീതിയാണത്. നാലാമത്തേതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് LLP. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ്. അവിടെ ഡെഫിനറ്റ്ലി ഭാര്യയ്ക്ക് കൂടുതൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും ഭർത്താവിന് കൂടുതൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും ടാക്സ് എല്ലാം സെയിം ആണ്. മീൻസ് ഫാമിലിയിൽ ആർക്കും കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫാമിലിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ലിമിറ്റ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഏത് രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ ടാക്സ് ലയബിലിറ്റി മാത്രം ഒന്ന് കൃത്യമാക്കാനായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് LLP എന്ന് പറയും. കാരണം ഇത്തരത്തിൽ ഫാമിലി ബിസിനസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് വരുന്നുണ്ട്. ബിസിനസ് ഒരു ലെവലിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു ഇൻകോപ്പറേറ്റ് ചെയ്തുള്ള രീതിയിലായിരിക്കണം അത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ
അവിടെ പലരും ചെയ്യുന്ന രീതിയാണ് അടുത്ത ഭാര്യനെയോ അല്ലെങ്കിൽ മകനെയോ മകളിനെയോ ചേർത്തുകൊണ്ട് ഒരു LLP ആയിട്ട് ഫോം ചെയ്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ടാക്സിൽ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതാണ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആൻഡ് ഡിഫറൻഷ്യൽ പവർ LLP. ഉദാഹരണത്തിന് ഒരു 100 പേര് ചേർന്നിട്ടൊരു LLP ഫോം ചെയ്യുകയാണ്. അതിലെ 10 പേര് മാത്രമാണ് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ നിന്നിട്ട് ആ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള 90 പേരും ജസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ്, പണം മാത്രം മുടക്കുന്നുള്ളൂ. അവർക്ക് ലാഭത്തിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് കൊടുക്കണമെന്നേ ഉള്ളൂ, അവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടത്തില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ 10 പേരുടെ ഡ്യൂട്ടീസ് നമുക്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്യാനായിട്ട് കഴിയും. ബാക്കിയുള്ള 90 പേരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്യാനായിട്ട് കഴിയും. ആ 90 പേർക്ക് ഒരുപക്ഷെ റൈറ്റ്സ് ഉണ്ടാവില്ല, ഒരുപക്ഷെ പവർ ഉണ്ടാവാം. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റൈറ്റ്സ് ഉണ്ടാവില്ല, പവർ ഉണ്ടാവാം ഈ 10 പേർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വലിയ വലിയ ഓർഗനൈസേഷൻസിൽ നമുക്ക് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. പലർക്കും ഉള്ളൊരു സംശയം, ഈ LLP തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് പോലെ നമുക്ക് വളരാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡിനുള്ള എല്ലാ കൈൻഡ് ഓഫ് ഒരു ബെനിഫിറ്റ്സും നമുക്ക് ഈ LLPയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് വളരാനായിട്ട് കഴിയും. ലിമിറ്റില്ല, ഇത്ര എമൗണ്ട് ഉള്ള ബിസിനസ്സുകൾക്ക് മാത്രമേ LLP വയ്ക്കത്തുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റില്ല. ലിമിറ്റ്ലെസ് ആണ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വളരാനായിട്ട് കഴിയും ഈ LLP വെച്ചുകൊണ്ട്. അടുത്തതാണ് ബോർഡ് മാനേജ്ഡ് LLP എന്ന് പറയുന്നത്. ബോർഡ് മാനേജ്ഡ് LLP നമുക്ക് ഈ പ്രൈവറ്റ് ലിമിറ്റഡിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാറുണ്ടല്ലോ. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇതിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് LLPക്കകത്ത് ഫോം ചെയ്യാനായിട്ട് കഴിയും. അതായത് നമുക്കൊരു ബോർഡിനെ, ഒരു കമ്മിറ്റി നമുക്ക് രൂപീകരിക്കാനായിട്ട് കഴിയും. ഈ കമ്മിറ്റിക്കകത്തായിരിക്കും ഡേ ടു ഡേ ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ദിനം പ്രതിയുള്ള തീരുമാനം. ഒരു പക്ഷേ 1000 പേരായിരിക്കും ആ ബിസിനസ്സിനകത്ത് ഉണ്ടാവുന്നത്. ഒരു 10 or 20 പേര് ചേർന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ആ കംപ്ലീറ്റ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഡേ ടു ഡേ ഡിസിഷൻസിന് വേണ്ടിയിട്ട് 1000 പേരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ജോലിക്കാരനെ എടുക്കുന്നതിനായിട്ട് 1000 പേരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് കഴിയത്തില്ല. സോ അത്തരം കേസസിൽ നമുക്ക് ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ കമ്മിറ്റിക്ക് തീരുമാനിക്കാം എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കാം എന്നുള്ളത് നമുക്ക് ആ ഡീഡിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇവർക്ക് റൈറ്റ്സ് കിട്ടുന്നത് എന്നുള്ളത് ഡീഡിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഏതെല്ലാം കാര്യങ്ങളാണ് പൊതുവെയുള്ള ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ട് തീരുമാനമെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് റൈറ്റ്സിന് ഈ ഡീഡിനകത്ത് ഈ LLP എഗ്രിമെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് കഴിയും. അടുത്തതാണ് മാനേജർ മാനേജ്ഡ് LLP. ഒരുപക്ഷെ ഒരു 5 പാർട്ട്നേഴ്സ് അതിനകത്ത് ഉണ്ടാവാം. ഈ 5 പാർട്ട്നേഴ്സും ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കാം ചെയ്യുന്നത്. അതിൽ ഒരു പാർട്ട്ണറായിരിക്കാം കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. സോ ഈ ഒരു പാർട്ട്ണർക്കുള്ള റൈറ്റ്സും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതായത് ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും അതിൽ മാനേജീരിയൽ ലെവലിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എല്ലാം ഇൻവെസ്റ്റേഴ്സ് മാത്രമായിരിക്കും. ഈ ബോർഡിൻ്റെ പറയുന്നത്, ബോർഡാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എല്ലാ റൈറ്റ്സും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഈ രീതിയിൽ നമുക്ക് പല രീതിയിലും നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. പല രീതിയിലുള്ള LLP എഗ്രിമെൻറ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും. സോ LLP എഗ്രിമെൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബ്രാൻഡിസം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.